ഹൈ കളർ ബെഡ്ഡീസ് എന്ത് കഥ നമ്മളോടൊക്കെ പോണറിയാം നമ്മളൊരു കമ്പനിക്കാരുടെ കല്യാണം കിട്ടും അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്യാം നമ്മളാണ്ട് പോയക്കുമ്പോണ്ടല്ലോ നമ്മൾ ബാധിച്ചാണ്ട് പറയട്ടോ ഇട്ട ഡ്രസ്സ് എന്താ അറിയില്ല വൃത്തിച്ച അപ്പൊ അത് റെഡിയാക്കിയിട്ട് പോകുന്ന വിചാരിച്ചു ഡ്രസ്സാണ്ട് വൃത്തിയാക്കി പോക്കാണ്ട് ഏപ്പി അപ്പൊ നമ്മൾ നേരെ കല്യാണം വരെ അവിടെ നമ്മളെ സുന്ദരനായ ജിൽച്ചതല്ലേ ചെക്കൻ ഷോപ്പിൽ തന്നെ അവിടെ നല്ല സ്റ്റേജ് മേലെ ഏത് ഫ്രീക്ക് അറിയും നമ്മൾ പിന്നെ നേരെ കുറച്ചേരം ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചേ ഏതായാലും പിന്നെ ഞാൻ അവിടെ ഇരുന്നാലും ഫാൻസ് ഉണ്ടല്ലോ ചെക്കന്മാരൊക്കെ കളർ കോയിന്റെ ഫാൻസാണ് വരിക എന്താ ചെയ്യുക ഏതായാലും നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്നില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടു നമ്മളങ്ങനെ കഴിച്ച് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ പോയി അടിച്ചിട്ടുണ്ട് അപ്പോൾ പോകാൻ നിന്നപ്പോൾ നമ്മൾ നല്ലൊരു കരിമ്പ് കട കണ്ട് അവിടെ നല്ല കാര്യമായ ജ്യൂസും കുടിച്ചു ഏതായാലും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിങ്ങനെ വീട്ടിൽ പോയി അടിച്ചു ഇങ്ങനെ വീട്ടിൽ പോകണമെങ്കിൽ ഇടയിലുണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഏതായാലും ഒന്ന് ലീവല്ലേ അപ്പോൾ വേറെ എവിടേക്കും പോകാന്ന് പ്ലാനൊക്കെ ഇട്ട് കക്കാടം പോയി പോകുന്നത് അപ്പം ബാധിച്ചാൽ ഞാൻ ചേട്ടൻ ഞാൻ നല്ല ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ പോയി നമ്മൾ പോയിട്ടാണ് അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി നമ്മളിങ്ങനെ കക്കാടം പോയി ലക്ഷ്യമിട്ടുള്ള ഒരു യാത്ര പിന്നെ ആ റോഡൊക്കെ നോക്കിയപ്പോഴല്ലോ നല്ല നനഞ്ഞിക്കണം നമ്മുടെ നാട്ടിലൊന്നും തീരെ മയിലിനി പക്ഷേ ആ ക്ലൈമറ്റ് ആണ് നിങ്ങൾ കക്കാടം പോയി പോകാതെ കണ്ടോ കിട്ടിയില്ല ക്ലൈമറ്റ് ഏത് വ്യൂ അറിയോ നല്ല കാര്യമായ കാലാവസ്ഥ ഏതായാലും നമ്മൾ വിചാരിച്ചെത്തി നമ്മൾ കുരിശുമല അതാണല്ലോ നമ്മളെ ലക്ഷ്യമിട്ട സ്ഥലം അങ്ങനെ അവിടെ തിന്നിപ്പോൾ നടക്കണല്ലോ അത്യാവശ്യം നല്ലോണം മേലക്കരണോണ്ടേ മനുഷ്യന്മാരല്ലേ അപ്പം കുറച്ചൊക്കെ തിന്നിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോയി അങ്ങനെ ഏതായാലും ആരംഭിച്ചിട്ടോ എന്ത് നടക്കുമ്പോൾ പിന്നെ കൊയങ്ങൊന്നും അറിയാം അതുകൊണ്ട് കൈക്കൽ വെള്ളം കുപ്പിയുണ്ട് പിന്നെ നമ്മൾ ഈ റോഡൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടോ എങ്ങനെ ഇപ്പം ജീപ്പൊക്കെ ഇതിൽ കൂടെ കയറണം പറഞ്ഞ ടൈപ്പ് എന്താ ചെയ്യുക 100 ഐസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ത് സംഗതി പറഞ്ഞാലും അപ്പം നടക്കുന്നു അതേപോലെ അപ്പം ഉണ്ട് ജീപ്പ് ഇങ്ങനെ വരുന്നേ ഇതിങ്ങനെ വരണോ എന്താറില്ല കുറച്ചൊക്കെ പേടിയുണ്ട് എന്താ ഇപ്പം കയറിയാലും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ കൊലിങ്ങി വരുമ്പോഴേ പഠിച്ചോ ഗിഡിനി ആട്ടൊക്കെ ചിലപ്പോൾ കൈമ പോരെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഏതായാലും വണ്ടി എന്നാലും സുന്ദരമായിട്ട് കയറി നമ്മൾ വിചാരിച്ചു നമ്മളെ കാൽവണ്ടിയോട് നടക്കാന്ന് നമ്മളിങ്ങനെ ജീപ്പൊക്കെ വെയിറ്റ് ആക്കിനെ പിന്നെ നടന്നാലല്ലേ അതിന്റെ വൈബിട്ടുള്ളൂ അങ്ങനെ നടന്ന് അങ്ങനെ നമ്മൾ മേലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ മോനെ മാരകമായ കോട പക്ഷെ തണുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ പ്രകൃതിയിലെ കോട അടിപൊളിയാണ് എന്ത് പറയാ വെച്ചാൽ എത്ര ആൾക്കാരുണ്ടോ ഫാമിലി ആയിട്ടും ചെക്കന്മാരായിട്ടും അടിപൊളി പ്ലേസ് എല്ലാവർക്കും പറ്റിയ പ്ലേസ് പിന്നെ അങ്ങനെ നല്ല കാറ്റോടാണ് നടക്കാൻ വിചാരിച്ചു ഏത് സുഖം ഇരുന്ന മോനെ പിന്നെ നീച്ചൂല ഉറങ്ങിയാണ്ട് പോകും ഈ കണ്ടിന്യൂ നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല ടാർഗറ്റ് കുരിശുമലല്ലേ അപ്പം അതെത്തുന്നവരെ ഈ നടത്തം വീണ്ടും മലകളാണെങ്കിലും കുന്നുകളാണെങ്കിലും നമുക്കതൊരു വിഷയമേ അല്ല എന്ന് പറയാം പിന്നെ ഏതായാലും ഇൻസ്റ്റാഗ്രാമിൽ റീലിടായിരിച്ചു ഒരു റീൽസ് കൊടുത്ത് അതിപ്പോൾ എഡിറ്റ് ആക്കിയിട്ടൊന്നുമില്ല നിങ്ങളിങ്ങനെ നോക്കി ഞാനിങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ വലിയ സംഭവം ഞാൻ സംഭവമായിട്ടൊന്നുമല്ലോ ഇതുപോലത്തെ വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലോ ഇവിടെ തന്നെ വരണം നല്ല ഷൂട്ടിനൊക്കെ പറ്റിയ ക്ലൈമറ്റ് ആണെങ്കിലും പ്ലേസ് ആണെങ്കിലും കക്കാടം പോയാൽ തന്നെ അങ്ങനെ ഏതായാലും വീണ്ടും കുന്നുമലയും കയറാൻ വിചാരിച്ചു അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മളെ പ്ലേസ് എത്തി ഗൈസ് കുരിശുമല ലക്ഷ്യസ്ഥലത്തെത്തി കുറച്ചാട് കഴിഞ്ഞ് കുറച്ചാട് ഇരിക്കാന്ന് വിചാരിച്ചു ഗൈസ് ഏതറിയോ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്താ ഇപ്പം അങ്ങനോടൊക്കെ പറയാം ഏതായാലും കാണാൻ്റെ കണ്ടപ്പോൾ തിരിച്ചു പോകാന്ന് വിചാരിച്ചു പിന്നെ ഓവർ ലേറ്റ് ആയ മോനെ മുമ്പുള്ള ആൾക്കാരും ബാക്കിലുള്ള ആൾക്കാരും വരെ കാണില്ല അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പെരത്തണമെന്നില്ല മലമന്ന് അടിയൊക്കെ പോയിക്കുമ്പോൾ വിചാരിച്ചാണ്ട് നമ്മൾ നേരെ അടിയിക്കാറ് എന്നോടൊപ്പം ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ മോനെ ഞാൻ വിചാരിച്ചൊക്കെ നടക്കാൻ ആരോട് വിചാരിച്ചു പഠിച്ചു ജീപ്പ് മുമ്പിലുണ്ടെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് പോകാനില്ലോ നടക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ട് മോനെ മുമ്പിൽ തന്നെ ജീപ്പ് സമാധാനം ടിക്കറ്റ് എത്ര 50 ഉറുപ്പിക ഇറങ്ങാൻ അങ്ങനെ നമ്മൾ ജീപ്പിൽ യാത്ര തുടങ്ങി നമ്മൾ നേരത്തെ ജീപ്പ് കയറുന്നത് പോകുന്നതൊക്കെ കുറെ കണ്ടില്ല നമുക്ക് അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കാണാം കാരണം നമ്മളിപ്പോൾ ജീപ്പിലല്ലേ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമ്മളെ കാര്യം നമുക്ക് കിട്ടിയ സ്കൂളിൽ തന്നെയാണ് ബൽക്കു ലൈസൻസ് കിട്ടിയത് ഏത് എക്സ്പീരിയൻസ് നമ്മൾ പിന്നെ ബ്ലോഗറായിട്ട് നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല എപ്പോഴും ഫോൺ പിടിച്ച് നിൽക്കുക ബാക്കിയുള്ള കണ്ടില്ലേ ബെഗും വിചാരിച്ചാണ്ട് കമ്പിയൊക്കെ പിടിച്ച് നിൽക്കുക എന്താ പോലോടൊക്കെ പറയാം ഏതായാലും അങ്ങനെ നമ്മൾ ജീപ്പ് അങ്ങനെ ലാസ്റ്റ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിട്ടോ അങ്ങനെ അടിയിലാണ് എത്തിയപ്പോൾ ഒരു സമാധാനം അങ്ങനെ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് അങ്ങനെ എവിടെ അവസാനിപ്പിച്ച് നമ്മളെ വണ്ടിയും കൊണ്ട് നമ്മളും പോയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും നിങ്ങളെ മുന്നിൽ ഞാൻ കളർ പോയി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോക്ക് വീണ്ടും വരിക.